ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ട് കൊണ്ട് ഈ ഒരു ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഇതിന് മുമ്പത്തെ പാർട്ടുകൾ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് കണ്ടാൽ മതിയാവും. അപ്പം നമുക്കിനി വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രം വരയ്ക്കാനേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മീശയുടെ ഭാഗമാണ് വരച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മീശ വരയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ മുടി വരച്ച് ആ രീതിയിൽ തന്നെ വരയ്ക്കാം. പെൻസിൽ നല്ല ഷാർപ്പ് ചെയ്തിട്ട് ഓരോ ലൈൻസായിട്ട് വരച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല സമയത്ത് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ഡാർക്കായിട്ട് തന്നെ വരയ്ക്കുക. അപ്പം ഡാർക്ക്നെസ് കൂടിയ പെൻസിൽ യൂസ് ചെയ്താൽ മതി, ഡയറക്റ്റ് യൂസ് ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. ലൈറ്റുള്ള പെൻസിൽ ഇവിടെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് നിങ്ങൾ ഡാർക്ക്നെസ് ഉള്ള പെൻസിൽ തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ നമുക്കിനി വായുടെ ഉള്ളിലെ ഭാഗമൊക്കെ നമ്മൾ വരച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം മിക്കവർക്കും തെറ്റിപ്പോകുന്നൊരു ഭാഗമാണത്. മിക്കവരും ഇങ്ങനെയുള്ള ഫോട്ടോസൊന്നും വരയ്ക്കത്തില്ല. കിട്ടിക്കഴിഞ്ഞാൽ അത് ചിരിച്ചിരിക്കുന്ന ഫോട്ടോ, തുറന്നിരിക്കുന്ന ഫോട്ടോ ഒക്കെ വരയ്ക്കാൻ ബുദ്ധിമുട്ടായിട്ട് അങ്ങനെ ഫോട്ടോസ് ഒഴിവാക്കി വിടാറുണ്ട്. പക്ഷേ അങ്ങനെ ഒഴിവാക്കി വിടല്ലേ, നിങ്ങൾ അങ്ങനെ ഫോട്ടോസും വരച്ച് തന്നെ പഠിക്കുക. കാരണം നമുക്ക് മുമ്പോട്ടുള്ള സമയത്ത് ഏത് സൈസ് ഫോട്ടോ കിട്ടിയാലും നമുക്ക് വരച്ച് പഠിക്കാനുള്ളൊരു അല്ലെങ്കിൽ വരച്ചെടുക്കാനുള്ളൊരു കഴിവ് നമുക്കുണ്ടാവണം. അപ്പം ഓരോ സൈസിലുള്ള അല്ലെങ്കിൽ ഓരോ തരത്തിലുള്ള ഫോട്ടോസ് നിങ്ങൾ വരച്ച് പഠിച്ചാലേ നിങ്ങൾക്കത് ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് എടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഫോട്ടോ വരച്ചാൽ തെറ്റിപ്പോകും എന്ന് കരുതി നിങ്ങൾ ഒഴിവാക്കാണ്ട് അങ്ങനെയുള്ള ഫോട്ടോസും കിട്ടി കഴിയുമ്പോൾ നിങ്ങൾ വരയ്ക്കുക. തെറ്റിപ്പോയാൽ പൊക്കോട്ടെ, നമ്മൾ വീണ്ടും വരയ്ക്കാനുള്ളൊരു നമുക്കൊരു ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ ആ രീതി കണ്ടിട്ട് നിങ്ങൾ വരച്ചാൽ മതി. അപ്പോൾ നമ്മൾ വായുടെ ആ ഭാഗം പിന്നെ ചുണ്ടുമൊക്കെ വരച്ചിട്ട് പിന്നെ നമുക്ക് താടിയുടെ കുറച്ച് ഭാഗം ഷെയ്ഡ് എടുക്കാനുണ്ട്. അപ്പോൾ ആ താടിയുടെ ഭാഗം പിന്നെ കഴുത്തിൻ്റെ ആ ഭാഗത്ത് കുറച്ച് ഡാർക്ക് ഷെയ്ഡ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഷെയ്ഡ് എടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വരയ്ക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുത്ത് കിടക്കുന്ന മാലയൊക്കെ വരയ്ക്കാനുണ്ട്. പിന്നെ ഡ്രസ്സും ആ ഒരു ഷർട്ടും ഒന്ന് വരച്ചെടുത്താൽ മതി. അപ്പോൾ അത് വലിയ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ഒരു കഴിവ് നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഫേസ് ഇവിടെ വരച്ച് കംപ്ലീറ്റ് ആറായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം കൂടെ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഭാഗം കംപ്ലീറ്റ് ആവും.
അപ്പോൾ നേരത്തെ നമുക്കിനി ആ കഴുത്തിറക്കുന്ന മാലയും ആ ഒരു ഷർട്ടും ഒന്ന് വരച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡ്രോയിങ് കംപ്ലീറ്റ് ആകും. അപ്പം വീഡിയോസിനെ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഈസിയായിട്ട് വരയ്ക്കാവുന്നുള്ളൂ. പിന്നെ ഡ്രോയിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ആക്കാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് ഡ്രോയിങ് വീഡിയോസ് ഈ ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് ഈസിയായിട്ട് ഡ്രോയിങ് പഠിക്കാവുന്നുള്ളൂ. പിന്നെ ഡ്രോയിങ് പഠിക്കാൻ താല്പര്യം നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരിലേക്ക് വിടുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.